Now we are going to see the second use of super keyword. സൂപ്പറിന്റെ രണ്ടാമത്തെ ഉപയോഗം നമ്മൾ കാണുവാണ്. First use is to refer immediate superclass constructor, and we use super keyword inside a subclass constructor. നമ്മളത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടു. സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നത് ഇമ്മീഡിയറ്റ് സൂപ്പർ ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യാനാണ്. നമ്മളത് സൂപ്പർ കീവേഡ് ഉപയോഗിക്കുന്നത് സബ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ്. Now the second use of super keyword is to refer immediate superclass members. സൂപ്പറിൻ്റെ രണ്ടാമത്തെ ഉപയോഗം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൂപ്പർ ക്ലാസിൻ്റെ മെമ്പേഴ്സിനെ റെഫർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. സെക്കൻഡ് യൂസ് ഓഫ് സൂപ്പർ ഈസ് ടു റെഫർ ഇമ്മീഡിയറ്റ് സൂപ്പർ ക്ലാസ് മെമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദിസ് ക്ലാസ് എ, I declare an instance variable I of integer type, int I ഡിക്ലെയർ ചെയ്തു. ആ സൂപ്പറിൻ്റെ ഉപയോഗത്തിന് മാത്രമായതുകൊണ്ട് വേറെ ഒന്നും എൻ്റെ അകത്ത് ചെയ്യുന്ന മെത്തേഡോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തില്ല. ജസ്റ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ക്ലാസ് ബി എക്സ്റ്റെൻസ് എ. സോ ഓൾറെഡി ദിസ് ക്ലാസ് ബി കണ്ടെയ്ൻസ് ഓർ ഇൻഹെറിറ്റ്സ് ഇൻറ്റീജർ ഐ. ഇൻറ്റീജർ ടൈപ്പ് ഐ വേരിയബിൾ ഓൾറെഡി ക്ലാസ് ബിക്കകത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവൈലബിൾ ആകും. കാര്യം എയുടെ സബ് ക്ലാസ് ആയതുകൊണ്ട്. എഗെയിൻ ഐ ഡിക്ലെയർ അനദർ വേരിയബിൾ വിത്ത് സെയിം നെയിം, ഇൻറ്റ് ഐ. ഇപ്പം നോക്കിക്കേ, വീണ്ടും അതേ പേരിൽ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഇവിടെ കോൺഫ്ലിക്റ്റ് ആവും. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ക്ലാസ് ബി ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ഇറ്റ്സ് വേരിയബിൾ. ക്ലാസ് ബി അതിൻ്റെ വേരിയബിളിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അതുകൊണ്ട് സൂപ്പർ ഇൻസ്റ്റൻസ് വേരിയബിൾസിൻ്റെ ഇമ്പോർട്ടൻസ് അത് ഹൈഡ് ചെയ്ത് കളയും. അപ്പോൾ അത് സൂപ്പർ ക്ലാസിൻ്റെ ഐ ആണ് റെഫർ ചെയ്യാൻ വേണ്ടി ഹിയർ വി യൂസ് സൂപ്പർ കീവേഡ്. ബിയുടെ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് ഞാനിവിടെ എക്ക് കൺസ്ട്രക്ടർ എഴുതിയില്ല, വേണമെങ്കിൽ ബിക്കകത്ത് മാത്രം നമുക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പം ബി എന്ന് പറയുന്ന കൺസ്ട്രക്ടറിൻ്റെ അകത്ത് ഞാൻ രണ്ട് എയുടെ ഐയും ബിയുടെ ഐയും ഞാൻ ഇനിഷ്യലൈസ് ചെയ്യുന്നു. അപ്പം രണ്ട് പാരാമീറ്റേഴ്സ് ബിയുടെ കൺസ്ട്രക്ടറുണ്ട്. ഫസ്റ്റ് വാല്യൂ സൂപ്പർ ക്ലാസിൻ്റെ ഐയിലേക്ക് ഇനിഷ്യലൈസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യാൻ വേണ്ടി സൂപ്പർ ക്ലാസിൻ്റെ ഐ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ ഡോട്ട് ഐ. സോ ദിസ് സൂപ്പർ കീവേഡ് refers to immediate superclass member. Super dot I means I is an instance variable of immediate superclass A. അപ്പം എയുടെ ഐയിലേക്ക് ആ ഫസ്റ്റ് വാല്യൂ ഇനിഷ്യലൈസ് ആയിക്കോളും. അതിന് ശേഷം നമ്മൾ I is equal to B. വെറുതെ ഐ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കൺസിഡർ ആസ് ദ ഇൻസ്റ്റൻസ് വേരിയബിൾ ഓഫ് ബി ക്ലാസ്. ഇവിടെ നമ്മൾ ഷോ മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ ഐ ഡിസ്പ്ലേ ചെയ്യുമ്പോഴും നമ്മൾ പറയുന്നത് സൂപ്പർ ഡോട്ട് ഐ. അപ്പം സൂപ്പർ ക്ലാസിൻ്റെ ഐ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. വെറുതെ ഐ കൊടുത്തു കഴിഞ്ഞാൽ സബ് ക്ലാസ് ബിയുടെ ഐ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ സൂപ്പർ കീവേഡ് ഈസ് യൂസ്ഡ് ഇൻ ടു പ്ലേസസ്. രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കും. ഒന്ന്, ഇൻസൈഡ് എ സബ് ക്ലാസ് കൺസ്ട്രക്ടർ. That should be the first statement inside a subclass constructor, and it is used to call the immediate superclass constructor. Second use is to refer the immediate superclass member. It may be an instance variable or a method. രണ്ടും ആകാം. ഇൻസ്റ്റൻസ് വേരിയബിളോ ഇൻസ്റ്റൻസ് മെത്തേഡ്സോ എന്തിനെ വേണേലും നമുക്ക് കോൾ ചെയ്യാം. അപ്പം when an instance variable or an instance method in a superclass and a subclass are with common name, we can refer superclass member using super keyword. അപ്പം അങ്ങനെ ഒരേ പേരിൽ രണ്ട് ക്ലാസ്സിലും മെമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ക്ലാസ് മെമ്പറിനെ റെഫർ ചെയ്യാനായിട്ടാണ് നമ്മൾ സൂപ്പർ കീവേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ക്ലാസ്സിൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ബിയുടെ സബ് ക്ലാസ്സായ ബിയുടെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. രണ്ട് വാല്യൂ നമ്മൾ പാസ് ചെയ്തു. അതിനുശേഷം പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ we get output as I in superclass is 1 and I in subclass is 2. ഇതേ രീതിയിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. Now we are going to study
an important factor that constructors will be always called according to the derivation. കൺസ്ട്രക്റ്റേഴ്സ് കോൾ ചെയ്യപ്പെടുന്നത് അത് ഡിറൈവ് ചെയ്ത ഫോർമാറ്റിൽ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ സൂപ്പർമോസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ അത് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്റ്റേഴ്സ് കോൾ ചെയ്ത ശേഷം മാത്രമേ അതിൻ്റെ സബ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ കോൾ ചെയ്യത്തുള്ളൂ. അല്ലാതെ കോൾ ചെയ്യുന്ന വിഷയം ഉദിക്കുന്നില്ല. ഇപ്പോൾ സബ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ നമ്മളൊരു ഓബ്ജക്റ്റ് ക്രിയേഷന് വേണ്ടി സബ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് സബ് ക്ലാസ് ആണെങ്കിൽ ആ സബ് ക്ലാസ് കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ക്ലാസ്സിൻ്റെ സൂപ്പർ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ അത് കോൾ ചെയ്തിരിക്കും, അല്ലാതെ കോൾ ചെയ്യുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ കൺസ്ട്രക്റ്റേഴ്സിൻ്റെ വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ പറഞ്ഞു സൂപ്പർ ഷുഡ് ബി ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് എ സബ് ക്ലാസ് കൺസ്ട്രക്ടർ. ദാറ്റ് മീൻസ് എ സൂപ്പർ ക്ലാസ് മെമ്പർ ഷുഡ് ഇനിഷ്യലൈസ് ഫസ്റ്റ്. സൂപ്പർ ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആദ്യമേ ഇനിഷ്യലൈസ് ചെയ്തിരിക്കണം, എന്നിട്ടേ സബ് ക്ലാസ്സിൻ്റെ ചെയ്യാവൂ. കാരണം എക്സിക്യൂഷൻ സമയത്ത് സൂപ്പർ ക്ലാസിൻ്റെ കൺസ്ട്രക്ടർ കോൾ ചെയ്ത ശേഷം മാത്രമേ സബ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടർ കോൾ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ സൂപ്പർ കീവേഡ് ഉപയോഗിച്ച് നമ്മളത് വാല്യൂസൊക്കെ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ അത് നിങ്ങൾ ചെയ്യുമ്പോൾ ലാബ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിവിടെ ക്ലാസ് എ ഒരു കൺസ്ട്രക്ടർ മാത്രമേ ഉള്ളൂ. കൺസ്ട്രക്ടർ വർക്ക്സ് ലൈക്ക് എ മെത്തേഡ് പോലെ തന്നെ വേണമെങ്കിൽ വർക്ക് ചെയ്യും. സാധാരണ നോർമലി വി യൂസ് ടു ഇനിഷ്യലൈസ് ആൻ ഓബ്ജക്റ്റ് അറ്റ് ദ ടൈം ഓഫ് ക്രിയേഷൻ. സാധാരണ ഓബ്ജക്റ്റ് ഇനിഷ്യലൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ടർ ഉപയോഗിക്കുന്നത്. എങ്കിലും വേണമെങ്കിൽ മെത്തേഡ് പോലെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. എ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് ഇൻസൈഡ് എസ് കൺസ്ട്രക്ടർ, ക്ലാസ് ബി എക്സ്റ്റെൻസ് എ, ബിയുടെ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് ഇൻസൈഡ് ബി കൺസ്ട്രക്ടർ, ക്ലാസ് സി എക്സ്റ്റെൻസ് ബി, സിയുടെ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് ഇൻസൈഡ് സി കൺസ്ട്രക്ടർ. അതിനുശേഷം ഞാൻ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് സിയുടെ മാത്രമേ ഉള്ളൂ. സി ഈസ് ഈക്വൽ ടു ന്യൂ സി. സോ ഹിയർ ഐ കോൾ ഓൺലി സി കൺസ്ട്രക്ടർ. സിയുടെ കൺസ്ട്രക്ടർ മാത്രമേ കോൾ ചെയ്യുന്നുള്ളൂ ഇവിടെ. പക്ഷേ വി ഗെറ്റ് ഔട്ട്പുട്ട് ആസ് ഇൻസൈഡ് എ കൺസ്ട്രക്ടർ, ഇൻസൈഡ് ബീസ് കൺസ്ട്രക്ടർ, ഇൻസൈഡ് സീസ് കൺസ്ട്രക്ടർ. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. കാരണം ബിഫോർ കോളിംഗ് സി കൺസ്ട്രക്ടർ ഇറ്റ് വിൽ കോൾ ബി കൺസ്ട്രക്ടർ. ബിഫോർ കോളിംഗ് ബീസ് കൺസ്ട്രക്ടർ, സിൻസ് ബി is a subclass of A, then A constructor will be called. അപ്പം സിയുടെ മാത്രമേ കോൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സി ബിയുടെ സബ് ക്ലാസ് ആയതുകൊണ്ട് സി കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നതിന് മുമ്പ് ബിയുടെ കൺസ്ട്രക്ടർ കോൾ ചെയ്തിരിക്കും. ബി എയുടെ സബ് ക്ലാസ് ആയതുകൊണ്ട് ബിയുടെ കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നതിന് മുമ്പ് എയുടെ കൺസ്ട്രക്ടർ കോൾ ചെയ്തിരിക്കും. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ദ കൺസ്ട്രക്ടേഴ്സ് വിൽ ബി കോൾഡ് ഓൺലി അക്കോർഡിംഗ് ടു ദ ഡെറിവേഷൻ.